3 വയസ്സുകാരിയായ കുഞ്ഞാണ്. കുഞ്ഞിനെ തിരുവാങ്കുളത്ത് നിന്നാണ് കാണാതായിരിക്കുന്നത്. ആലുവയിലേക്കുള്ള യാത്രക്കിടയിൽ അമ്മയ്ക്കൊപ്പം ബസ്സിൽ സഞ്ചരിക്കുന്ന കുഞ്ഞിനെയാണ് കാണാതായത്. അമ്മ വീട്ടിലെത്തിയതിനു ശേഷമാണ് കുഞ്ഞിനെ കാണാതായ വിവരം അറിയിക്കുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് സംഭവം. അംഗൻവാടിയിൽ നിന്നാണ് കുഞ്ഞിനെ അമ്മ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൊച്ചി തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ കാണാതായി എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. കല്യാണി എന്നാണ് കുട്ടിയുടെ പേര്. ഇപ്പോൾ 4 വയസ്സാണ് എന്നാണ് നമ്മളോട് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞിരിക്കുന്നത്. അമ്മയോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടെയാണ് കുട്ടിയെ കാണാതായിരിക്കുന്നത്. പുത്തൻകുരിശ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അർജുൻ മട്ടന്നൂരാണ് നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ മട്ടന്നൂർ, ഈ കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ ഫുൾ ഫ്രെയിമിൽ തന്നെ കൊടുക്കുന്നു. ആരെങ്കിലും ഈ കുഞ്ഞിനെ ഏതെങ്കിലും സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഫോൺ നമ്പർ കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലും നമുക്ക് പ്രേക്ഷകർക്ക് അറിയിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാം. 4 വയസ്സ് മാത്രമേ ഉള്ളൂ. കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഏതെങ്കിലും സ്ഥലത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകണം അറിയില്ല. കുഞ്ഞിന് ഒരുപക്ഷെ വീട്ടുകാരുടെ പേരോ മറ്റു വിവരങ്ങളോ കൃത്യമായി പറഞ്ഞു കൊടുക്കാനും അറിയണം എന്നുണ്ടാവില്ല. ഇതാണ് കുട്ടി. വൈകുന്നേരം 4 മണിക്ക് അംഗൻവാടിയിൽ നിന്ന് അമ്മ വിളിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറ വരെ വരികയും തൃപ്പൂണിത്തുറയിൽ നിന്ന് ബസ് കയറി ആലുവ ഭാഗത്തേക്ക് പോവുകയും ചെയ്തു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. അങ്ങനെ ആലുവയിൽ എത്തിയതിനു ശേഷം ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിലേക്ക് പോയി എന്നും അവിടേക്ക് എത്തുന്ന സമയത്ത് കുഞ്ഞിനെ ഒപ്പമുണ്ടായിരുന്നില്ല, ബസ്സിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി എന്ന് അമ്മ പറഞ്ഞു എന്നുമാണ് അറിയുന്നത്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തെല്ലാം? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഈ ആലുവ ഭാഗത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഈ അമ്മ ഈ കുട്ടിയും എടുത്ത് നടക്കുന്ന ചില CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട്. അതായത് ക്ഷമിക്കണം, ഇത് തിരുവാങ്കുളം ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ചില ദൃശ്യങ്ങളിൽ ഈ അമ്മ ദൃശ്യമുണ്ട്. അതായത് ഏതാണ്ട് 3:30 ഈ അമ്മ ഈ കുട്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്ന ദൃശ്യങ്ങളാണ്. 3:20 എന്ന് കാണുന്നുണ്ട്. 3:20. അതെ ഡോക്ടർ അരുൺകുമാർ, ഏതാണ്ട് 3:20 ഈ കുട്ടിയും എടുത്ത് അമ്മ നടക്കുന്ന ചില ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം എങ്ങനെയാണ് ആലുവയിലേക്ക് എത്തിയത്, അവിടെ നിന്ന് എവിടെ വെച്ചാണ് ഈ കുട്ടിയെ കാണാതെ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമല്ല. എന്തായാലും ഈ പോലീസ് ഈ ആലുവ, അതോടൊപ്പം തന്നെ ചെങ്ങമനാട്, തൃപ്പൂണിത്തുറ തുടങ്ങിയ മേഖലകളിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആലുവ ബസ് സ്റ്റാൻഡിൽ അടക്കമുള്ള CCTV ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ അവിടെ ഇറങ്ങിയ ശേഷം മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അമ്മ അതിനുശേഷം ഈ കുട്ടിയുടെ അച്ഛൻ അമ്മയുമായി സംസാരിക്കുമ്പോൾ മാത്രമാണ് കുട്ടി തന്റെ പക്കലില്ല, കുട്ടിയെ കാണാതായി എന്ന വിവരം അമ്മ പറയുന്നത്. ആലുവയിൽ വെച്ചാണ് കാണാതായത് എന്നും അമ്മ പറയുന്നുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല. മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചാണോ ഈ കുട്ടിയെ കാണാതായത്, അതോടൊപ്പം തന്നെ ഈ ബസ്സിൽ തന്നെയാണോ ഈ കുട്ടി ബസ്സിൽ വെച്ച് തന്നെയാണോ കുട്ടിയെ കാണാതായത് തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനെയും കൂട്ടി പുത്തൻകുരിശ് പോലീസ് ഈ മേഖലയിലേക്ക്, ആലുവ അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് പോവുകയും അവിടെയുള്ള CCTV ദൃശ്യങ്ങളുടെ കൂടി സഹായത്തോടു കൂടി പരമാവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ നിർദ്ദേശങ്ങളടക്കം നൽകിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുവരെ കുട്ടിയെക്കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അമ്മയും അച്ഛനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നൊരു വിവരം കൂടി ഇപ്പോൾ ശരൺ നമുക്ക് നൽകുന്നുണ്ട്. കുട്ടിയെ കണ്ടെത്താൻ വ്യാപക തെരച്ചിലാണ്. കുട്ടിയുടെ അമ്മയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിനെ ഇപ്പോൾ ശ്രമിക്കുന്നത്. കല്യാണി എന്ന കുട്ടിയാണ് കാണാതായിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് നൽകാവുന്നതാണ്. ഒരു ഏകദേശം ക്രീം കളർന്ന ഒരു വസ്ത്രമാണ് കുട്ടി ഇട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ല കുട്ടി ഇട്ടിരിക്കുന്നത്, പകരം ഒരു 3/4 കുട്ടി ഇട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് 3:20 CCTV ദൃശ്യങ്ങൾ കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു ക്രീം കളർ ഷർട്ടും ഒരു ബ്ലൂ 3/4 കുട്ടി ഇട്ടിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. കയ്യിൽ ഒരു കുഞ്ഞിൻ്റെ കയ്യിലൊരു ടോയും ഒക്കെ ആയിട്ടാണ് കുഞ്ഞിനെയും കൊണ്ട് അമ്മ പുറത്തേക്ക് പോകുന്നത്. ഈ അമ്മയും അച്ഛനും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പുത്തൻകുരിശ് പോലീസാണ് വിവരങ്ങൾ നൽകുന്നത്, ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ 0484262355 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.